ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാന്റ്സുകളെ വെള്ളത്തിൽ വയ്ക്കുന്നതാണ്. ഞാനിവിടെ കുറേ വാട്ടറിംഗ് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. ഈ പ്ലാന്റ്സുകളൊക്കെ വെള്ളത്തിൽ വെച്ചാലും നന്നായിട്ട് വളരുന്ന പ്ലാന്റ്സുകളാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. ഞാനിവിടെ 2 വലിയ പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു സാധാ നീളമുള്ള ഒരു ബോട്ടിലുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒരു ബോട്ടിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോട്ടിലും അതിനേക്കാട്ടിലും കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. കാരണം ആദ്യത്തെ ബോട്ടിലിൻ്റെ ഉള്ളിൽ വെക്കേണ്ടതാണ് രണ്ടാമത്തെ ബോട്ടിൽ. പിന്നെ നിങ്ങൾ ബോട്ടിൽ എടുക്കുമ്പോൾ ഒരു ബോട്ടിൽ അത്യാവശ്യം നല്ല വീതിയുള്ള ബോട്ടിലും രണ്ടാമത്തെ ബോട്ടിൽ അതിനേക്കാട്ടിലും ചെറിയ ഒരു ബോട്ടിലും വേണം സെലക്ട് ചെയ്യാൻ. ഇതുപോലെ നമുക്ക് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുകളാണ്. ഞാൻ ഇതുപോലത്തെ പുഴയിൽ നിന്നും ഒക്കെ കിട്ടുന്ന കല്ലുകളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ കല്ലുകൾ യൂസ് ചെയ്യാം. കളർഫുൾ കല്ലുകളാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടും. ഇതുപോലത്തെ കളർഫുൾ കല്ലുകളൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. നല്ല കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ കല്ലിട്ട് ഉള്ളിലെ കുപ്പിയെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ വെച്ച് കൊടുക്കുന്നത് റിയോ പ്ലാന്റ്സ് ആണ്. റിയോ പ്ലാന്റിൻ്റെ വ്യത്യസ്തമായ കളറുകളൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഈ കളർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം വെച്ച് കൊടുക്കുന്നത്. 2ഉം 3ഉം കളറുകൾ ഉണ്ടെങ്കിൽ മാറി മാറി വെച്ച് കൊടുത്താൽ കൂടുതൽ ഭംഗിയായിരിക്കും. നിങ്ങളും പ്ലാന്റ്സ് ഒക്കെ വെള്ളത്തിൽ വെക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത കല്ലും കൂടി അടുത്ത പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. കല്ല് വെക്കുന്നത് ഭംഗിക്ക് മാത്രമല്ല, നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം ഒഴിക്കുമ്പോൾ പൊന്തിപ്പോകാതെ ഇരിക്കാനാണ്. ഇതുപോലെ കല്ലിട്ട് ബോട്ടിലിനെ അവിടെ നമുക്ക് ഉറപ്പിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് മൂന്നാമത്തെ നീളമുള്ള ബോട്ടിൽ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് സെറ്റായിട്ടുണ്ട്. റിയോ പ്ലാന്റ് ഇതുപോലെ വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലക്കി ബാമ്പു സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വാട്ടറിംഗ് പ്ലാന്റ് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ലക്കി ബാമ്പു ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മണി പ്ലാന്റ് ആയാലും സെറ്റ് ചെയ്ത് കൊടുക്കാവേ, കൂടുതൽ ഭംഗിയായിരിക്കുവേ. ഇനി നമുക്ക് മൂന്നാമത്തെ ബോട്ടിലിലോട്ട് കല്ല് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള കല്ലുകളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് സിങ്കോണിയം പ്ലാന്റ് വെച്ച് കൊടുക്കാം. സിങ്കോണിയം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. സിങ്കോണിയം പ്ലാന്റിൻ്റെ വെറൈറ്റി സിങ്കോണിയം ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കുവേ. ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റുകൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് കിച്ചണിലൊക്കെ ഇതുപോലെ കൊണ്ട് വയ്ക്കാൻ നല്ല രസമായിരിക്കുവേ. നമുക്ക് സിങ്കോണത്തിൻ്റെ ലീഫിൽ ചെറിയ പൊടിയുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ, നമ്മുടെ റിയോ പ്ലാന്റും ലക്കി ബാമ്പുവും സിങ്കോണിയും ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ 3 ബോട്ടിലിലോട്ടും ഇതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബോട്ടിലൊന്നും പൊന്തിപ്പോകുന്നുമില്ല, കറക്റ്റ് സ്പേസിൽ തന്നെ നിൽക്കുന്നുമുണ്ട്. കല്ല് വെച്ച് നമ്മൾ ബോട്ടിലിനെ ഉറപ്പിച്ചത് കൊണ്ടാണ് അത് കറക്റ്റ് സ്പേസിൽ തന്നെ നിൽക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബോട്ടിലിലോട്ടും ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെറുതെ കളയാതെ ഇതുപോലെയൊക്കെ റീയൂസ്ഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുവേ. നമുക്ക് കിച്ചണിലും ഇൻഡോർ ആയിട്ടൊക്കെ നല്ല അടിപൊളി ഐഡിയ ആണ് ഇത്. 3 ബോട്ടിലും ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു പച്ചപ്പാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്.
നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ചെടികൾ വെള്ളത്തിൽ വയ്ക്കാറുണ്ടോ എന്നുകൂടി കമൻറ്റ് ചെയ്യണേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളുമായി കണ്ടുമുട്ടാം. ഒപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.